നിന്റെ അപ്പന്റെ അഡ്രസ് പറഞ്ഞിട്ട് നിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് നീ പള്ളിയിലേക്ക് വാ. ഞാൻ എന്താണ് ക്രിസ്തീയ വിശ്വാസം എന്ന് ചേട്ടൻ ആദ്യം പോയി പഠിക്കും. ക്രിസ്തീയ വിശ്വാസം അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് ഇട്ടിട്ട് ഞങ്ങളുടെ പള്ളിയെ കുറിച്ച് തെമ്മാരത്തിനും പറഞ്ഞല്ല. ക്രിസ്തീയ വിശ്വാസിക്ക് അതിന് അനുവാദമുണ്ട്. ഹലോ 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 പറയൂ. ബ്രദർ ഡെസ്റ്റിൻ ആണോ? അതെ അതെ. സ്ഥലം എവിടെയാ? ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സജീനാണ്. എറണാകുളമാണ് സ്ഥലം. എറണാകുളോ? എറണാകുളത്ത് എവിടെ? പ്രോപ്പർ എറണാകുളം തന്നെ. എറണാകുളം തന്നെയാണ് പ്രോപ്പർ. എന്ത് പറ്റി? എന്തായിരുന്നു കാര്യം പറയും? അല്ല, ഞങ്ങളുടെ കുട്ടനാട് എടത്താപ്പള്ളിയെ പറ്റി നിങ്ങളൊരു വാർത്തയൊക്കെ ഇട്ടേക്കുന്നില്ല? ചെയ്തിരുന്നു. ചെയ്തിരുന്നു. അതെന്താ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തേ? എന്ത് പറ്റി? അതിനകത്ത് എന്താണ് പ്രശ്നം? നിങ്ങള് ഏത് മത വിശ്വാസിയാ? കത്തോലിക്കനാണ്. കത്തോലിക്ക സഭയിലെ അംഗമാണ്. പറഞ്ഞോളൂ. ഏത് കത്തോലിക്ക സഭയാ? കത്തോലിക്ക സഭ ഇപ്പൊ ഒത്തിരി ഉണ്ടല്ലോ. അതെന്താ ഒത്തിരി കത്തോലിക്ക സഭ എന്ന് പറയുന്നത്? ഇവിടെ മർത്തോമയുണ്ട്, യാക്കോബയുണ്ട്, കത്തോലിക്ക RC ഉണ്ട്, റോമൻ ഉണ്ട്, CSI ഉണ്ട്, ഒത്തിരി ഉണ്ടല്ലോ. ബെന്തിക്കോസും ഉണ്ട്. ഈ മർത്തോമയൊക്കെ കത്തോലിക്ക സഭയിൽ പെടുന്നതാണോ? എനിക്കറിയാൻ പല. ഞാൻ അതുകൊണ്ട് ചോദിച്ചാ നിങ്ങൾ ഏത് സഭയിൽ പെടുന്നതാണ്? എന്റെ അറിവില് മർത്തോമ കത്തോലിക്ക സഭയല്ല, CSI കത്തോലിക്ക സഭയല്ല, ഓർത്തഡോക്സ് കത്തോലിക്ക സഭയല്ല. പിന്നെ ഇവരൊക്കെ എങ്ങനെ? ഇവരൊക്കെ ബ്രദർ കത്തോലിക്ക സഭയാണോ? ഞാൻ RC കാരനാണ്. റോമൻ കാത്തലിക് എന്ന് പറയുന്നല്ലേ? അപ്പൊ ഇതൊന്നും റോമൻ കാത്തലിക്ക് പെടുന്നതല്ല ഈ പറയുന്നതൊന്നും. ബ്രദർ ഈ പറഞ്ഞ കത്തോലിക്ക സഭയുടെ 24 ഘടകങ്ങളിൽ പെടുന്നതല്ല ബ്രദർ ഈ പറഞ്ഞ CSIയോ മർത്തോമയോ ഓർത്തഡോക്സോ ഒന്നും. നല്ല, പക്ഷെ ഞാൻ കാര്യം ചോദിച്ചില്ല. CSI കാരനോട് ചോദിച്ചാൽ നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ കത്തോലിക്കനാന്നേ പറയുള്ളൂ. ഏതാണ്? ഞാനിപ്പോ ഒരു CSI കാരനോട് ചോദിച്ചാൽ നിങ്ങൾ ഏത് മതത്തിൽ പെട്ടാന്ന് ചോദിച്ചാൽ അവൻ പറയും ഞാൻ കത്തോലിക്കനാന്നേ പറയുള്ളൂ. ആര്? CSI കാരോ? ഞാനിതുവരെ കേട്ടിട്ടില്ല. എനിക്കൊരു പുതിയൊരു നിങ്ങൾ ഈ കുട്ടനാട്ടിൽ വന്ന് ഞങ്ങളുടെ പള്ളിയെ കുറിച്ച് ഇങ്ങനൊരു, ഞങ്ങളുടെ ഫൊറോന പള്ളിയെ കുറിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് ഇടുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ നിങ്ങൾ അന്വേഷിക്കേണ്ടത്? എന്തായിരുന്നു അതിനകത്ത് നുണയായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളവിടെ പാമ്പിനെ വെച്ചിട്ടൊക്കെ പറഞ്ഞിങ്ങനെ എടുത്തേക്കുന്നത്. പാമ്പില്ല അതിന്റെ അകത്ത്. പാമ്പ് ഉണ്ടാവുമായിരിക്കും. അപ്പൊ പിന്നെ എന്താണ് അതിനകത്ത് നുണ പറഞ്ഞിരിക്കുന്നത്? പക്ഷെ ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങളുടെ പേരെന്നാന്ന് പറഞ്ഞ പേര് പറഞ്ഞത്? ഡെസ്റ്റിനാ? ഡെസ്റ്റിൻ അല്ലേ? ഞാനേ നിങ്ങൾക്കൊരു ബേസിക് ഉണ്ടാവുമല്ലോ. ആ ബേസിക്കിന്റെ പുറത്ത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വെച്ചാൽ നിങ്ങളുടെ ബേസിക് മാറുമോ? മനസ്സിലായില്ല. നിങ്ങൾക്കൊരു അടിസ്ഥാനം ഉണ്ടാവുമല്ലോ. അതിന്റെ പുറത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും താൽക്കാലികമായിട്ട് എന്തെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ താൽക്കാലികത്തിന്റെ പുറത്തേക്ക് നിങ്ങളുടെ ബേസിക് മാറുമോ? എന്താണ് ബേസിക്? എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. കുട്ടനാടിലെ ഏറ്റവും വലിയ പള്ളിയായ എടത്വ ഫൊറോന പള്ളിയില് കീഴ്വഴീസ് പുണ്യാളച്ചന്റെ രൂപമുള്ള നമ്മൾ ഈ പാമ്പുകളും തേളുകളും വഴുതാനകളും എന്നാ നമുക്ക് അനർത്ഥങ്ങളൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞാൽ പുണ്യാളച്ചൻ എടുക്ക പോകുന്നു. അത് പലരും പല വിശ്വാസികളും പലതും കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അവിടെ ഹിന്ദുക്കൾ വരുന്നുണ്ടല്ലോ. അന്നും വിചാരിച്ച് ഹിന്ദുക്കളുടെയാണ് പള്ളിയെന്നും പറഞ്ഞ് നിങ്ങൾ നാളെ പരസ്യം കൊടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഹിന്ദുക്കളാണോ അവിടെ പാമ്പിനെ വെക്കുന്നത്? അല്ല, ഹിന്ദുക്കൾ വരുന്നുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. പാമ്പിനെ വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പാമ്പ് അതിന്റെ അകത്തുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാനവിടെ ഒന്ന് നേരിട്ട് ഞങ്ങൾ അവിടെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്നും കണ്ടില്ലല്ലോ. എന്ത് നല്ല കാര്യമായിരുന്നു പറഞ്ഞു? എന്ത് നല്ല കാര്യം ഇല്ലാത്ത? അല്ല, ബ്രദർ പറഞ്ഞോ ബ്രദറെ, എന്തായിരുന്നു നല്ല കാര്യം ഞാൻ കാണാത്തത്? അവിടെ നാനാ ജാതി മതസ്ഥര് വരുന്നുണ്ട്. അവരവരുടെ വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ട് അവിടെ വരുന്നു. അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ നടക്കുന്നില്ലയോ എങ്കിൽ കൂടി അവരവിടെ വരുന്നുണ്ടല്ലോ. എങ്കിൽ നിങ്ങൾ എടത്വ പള്ളി നാനാജാതി മതസ്ഥരുടെ പള്ളിയായിട്ട് മാറിയിരിക്കുന്നു. അവരേത് എല്ലാ മതസ്ഥരും ഒന്നിച്ചു കൂടുന്നു. അവർക്ക് അവരുടേതായ ജീവിതത്തിന്റെ സാഹചര്യം ഒരുങ്ങി കിട്ടുന്നുണ്ടാകാം. നിങ്ങൾ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടോ ചെയ്യാന്? ഈ നാനാജാതി മതസ്ഥരും ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം ബ്രദറിന്റെ ബൈബിളിൽ ഒരു കാര്യം മനസ്സിലാവും. ബൈബിൾ വായിക്കുമ്പോ അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ ബൈബിളിനെ കോട്ട് ചെയ്താണോ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോ ഒരു സ്ത്രീയോ ഒരു മോനോ ഒരു മോളോ അമ്മയും കൂടെ വിളിച്ചത് ഞാൻ കേട്ടോണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ വിളിച്ചത്. നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ? അതെ, ആണല്ലോ. ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങളെ കൊണ്ട്
ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ചെയ്യാനല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ആവശ്യം പോലെ എന്തോ ആവശ്യം പോലെ ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. അപ്പം പിന്നെ നിങ്ങൾ എന്തിനാ ഈ ക്രിസ്ത്യൻ സഭയെടുത്ത് മറ്റുള്ള റൂമിലേക്ക് മോശമായിട്ട് സ്ഥിരീകരിക്കാനായിട്ട് ഒരു പള്ളിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ആളാവാൻ വേണ്ടി അല്ലെങ്കിൽ യൂട്യൂബിൽ 10 കാശ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മുതിരുന്നത് എന്തിനാ? അതൊരു പള്ളിയല്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഇടയിൽ ഇന്ന് വന്നിരിക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ഞാൻ ശക്തമായി ഇനിയും സംസാരിക്കും. അത് ക്രിസ്തീയമല്ല. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു തീർന്നിട്ട് ബ്രദറിന് പറയാനുള്ള എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ. അപ്പൊ എന്റെ വിശ്വാസം ക്രിസ്തീയ വിശ്വാസമാണ്. അതിന്റെ ബേസിക് എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. ആ ക്രിസ്തീയ വിശ്വാസവും വിശുദ്ധ ബൈബിളിന് വിരുദ്ധമായൊരു കാര്യം ഞാനടങ്ങുന്ന കത്തോലിക്ക സഭയിലെ ഒരു ചർച്ചിന്റെ അകത്ത് നടക്കുമ്പോൾ അത് ക്രിസ്തീയമല്ല എന്ന് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് വിശുദ്ധ ബൈബിൾ തന്നിരിക്കുന്നതാണ്. അപ്പസ്തോലന്മാരുടെ പാരമ്പര്യവും അതാണ്. അത് ഞാൻ തുടരും ചെയ്യും. അതിലെനിക്ക് നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ അടി കുഴി കുടിച്ചിട്ട് അതിന്റെ മേലിൽ ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ പുറത്ത് നിങ്ങൾ എത്ര കാലം നിൽക്കാൻ പറ്റും? കാര്യം പറയൂ. എന്താ സംഭവം? ഈ ഉദാഹരണം നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് അതൊരു ക്രിസ്ത്യാനിക്ക് തന്നെ ഭാരം വെക്കുമല്ലേ? ക്രിസ്തീയ വിശ്വാസത്തിന്റെ യഥാർത്ഥ കണ്ടന്റ് എന്താണെന്ന് ബ്രദർ മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം. അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ മുകളിൽ നമ്മൾ കത്തിവെക്കുന്നതല്ല. ക്രിസ്തീയ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പറയുന്ന ദുരാചാരങ്ങളൊന്നും ക്രിസ്തീയ വിശ്വാസമല്ല എന്നുള്ളത്. 2 പാമ്പിന്റെ ഒരു രൂപം കൊണ്ട് വെച്ച ഉടനെ എടത്തോപ്പള്ളി വിശ്വാസികൾ മോശമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചിട്ട് നിങ്ങള് ക്രിസ്തീയ സഭയെ നന്നാക്കാൻ നടക്കാന്ന് പറഞ്ഞാൽ നിങ്ങളോട് എന്താ പറയണ്ടേ? എടത്തുവാപ്പള്ളി മോശമാണെന്നല്ല ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ പാമ്പിനെ വെച്ചിരിക്കുന്നത് എടത്തോപ്പള്ളി മോശമാണെന്നുള്ള നിങ്ങൾ ഏത് പള്ളിയാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് സഹിതം പുറത്തു വിട്ടിട്ട് എടത്തോപ്പള്ളി മോശമാണെന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ നടക്കുന്ന ഞാനിപ്പോ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ പാമ്പിനെ വെച്ചിരിക്കുന്നത് ക്രിസ്തീയ നിങ്ങൾ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ബ്രദറിന് മനസ്സിലായോ? ഞാൻ ഈ പാമ്പിനെ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാ? ഈ നാടിനെ മൊത്തത്തില് പോകുന്നത് എങ്ങടാന്ന് നോക്കലല്ല എന്റെ ഉത്തരവാദിത്തം. ഞാൻ പറഞ്ഞത് ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ പറയുന്ന പ്രവൃത്തി ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അജണ്ടയുണ്ട്, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതൊക്കെ ബ്രദറിന്റെ താല്പര്യം. ബ്രദറിന് ഇഷ്ടമുള്ളത് പറയാം. അല്ലല്ല, ബ്രദറിന്റെ താല്പര്യമല്ല. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് എടത്തോപ്പള്ളി ഇത്ര മോശമായിട്ട് 10,700 വീട്ടുകാരുള്ള ഇടവപ്പറ്റി ഈ ഒരു കൂട്ടനാടിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു പള്ളിയെ പറ്റി മതസ്ഥര് വരുന്ന പള്ളിയെ പറ്റി നിങ്ങൾ മോശമായ നാനാജാതി മതസ്ഥര് വരുമ്പോ ആ നാനാജാതി മതസ്ഥരെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ക്രിസ്തീയ വിശ്വാസം. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ അവരെ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ച് ഈ പറയുന്ന പുണ്യാളൻ അവരുടെ പാമ്പിനെ പിടിച്ച് മാറ്റൂ എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് ക്രിസ്തീയ വിശ്വാസമല്ല. അത് വിശുദ്ധ ബൈബിൾ പറയുന്നില്ല. അത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല. സഭയ്ക്ക് വിരുദ്ധമായ, വിശ്വാസത്തിന് വിരുദ്ധമായ, കാനോനികമായ നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഏത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. ദയവായി ലൈനിൽ തുടരുക. The person you are speaking with has put your call on hold. Please stay on the line. ഹലോ, നിങ്ങൾ ഹോൾഡ് ആയിരുന്നു. ഇപ്പോഴേ കേൾക്കാം. എനിക്കൊരു ഓഫീസിൽ കോൾ വന്നു, പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യം ക്രിസ്തീയമല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ അവിടെ എടുത്തു ആ പള്ളിയെ ആണ്. ഒരു സെക്കൻഡ്. നല്ല കാര്യങ്ങൾ എല്ലാ ക്രിസ്തീയ ചർച്ചകളിലും നടക്കുന്നുണ്ട്. ഒരുപാട് ചർച്ചകളിൽ നല്ല ക്രിസ്തീയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അവിടെ നടക്കുന്ന ഇപ്പൊ എല്ലാ പള്ളികളിലും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ നടക്കുന്ന പരിപാടി അത് ക്രിസ്തീയമല്ല എന്നുള്ളതാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കുന്ന വഴി, നിങ്ങൾ ചമ്പക്കുളം കൊറോന പള്ളി പോയിട്ട് കുട്ടനാടിലുള്ള എല്ലാ നാനാജാതി മതസ്ഥരും ഔസപിതാവിന്റെ പെരുന്നാളിന് വന്ന് കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഈ കഞ്ഞി കൊടുത്തിട്ട് ക്രിസ്ത്യാനി ആക്കുമെന്ന് പറഞ്ഞൊരു അഡ്വൈസ് കൊടുക്കാവോ? കഞ്ഞി കൊടുക്കലല്ല ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തം. ക്രിസ്തുവിനെ കൊടുക്കലാണ് ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തം. അത് ചെയ്യുന്നില്ല ബ്രദറെ. എന്ത്? കഞ്ഞി കൊടുക്കലല്ല ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തം.
ആ നിങ്ങൾ പിന്നെ ലോകമെങ്ങും പോയി നാട്ടുകാരുടെ മുമ്പിൽ കുത്തിരിപ്പ് ഉണ്ടാക്കുന്നതാണോ നിങ്ങൾ ക്രിസ്തീയ വിശ്വാസം? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികൾക്കും കഞ്ഞി കൊടുക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികൾക്കും സുവിശേഷം ഞാൻ പ്രഘോഷിക്കാൻ. ചോദിച്ചത് ലോകപ്പാട് ഇങ്ങനെ നടന്ന് ഈ ക്രിസ്ത്യാനിയുടെ ഹിന്ദു കൂടെ ഇടയ്ക്ക് കുത്തിരിപ്പ് ഉണ്ടാക്കുവാണോ നിങ്ങളുടെ ഉദ്ദേശം? അതെന്താന്ന് ബ്രദറിന് മനസ്സിലാവാത്തത്? ബ്രദർ ക്രിസ്തീയ അത് വിശ്വാസം മനസ്സിലാവാത്ത എന്താണെന്ന് എന്താണെന്ന് അറിയാം. നിങ്ങൾ നാട്ടിലിറങ്ങിയിട്ട് സകല ദുഷിപ്പും കണ്ടെത്തി അതിന്റെ മുമ്പിൽ പബ്ലിസിറ്റി കൊടുത്ത് നിങ്ങൾക്ക് ആളാവണം, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണ്. മൈറ്റിനെ കൂട്ടിയിടിപ്പിക്കുന്ന വാർത്തകളൊന്നും നിങ്ങൾ ദൈവം കൊടുക്കരുത്. ബ്രദർ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക. അപ്പൊ ഈ കാര്യം ക്രിസ്തീയ പ്രശ്നമാണ്. വിശ്വാസം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് അതിനകത്ത് ഉപ്പുമുളക് ഇട്ട് കൊടുക്കുന്നത്? അതാണ് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ആക്രോശം വരുന്നത്. നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ emotion അങ്ങനെയുള്ള അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞു തീർത്തണം. അല്ലാതെ അവിടെ പാമ്പുണ്ട്, അവിടെ ക്രിസ്ത്യാനികൾ അവിടെ ഹിന്ദുക്കളെ മതം മാറ്റുന്നതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞോ ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നത് ഞാൻ ഇവിടെ അല്ല പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്റെ നിങ്ങൾ പാമ്പുണ്ട് വീഡിയോയിൽ വയലാറുണ്ട് തേളുണ്ട് കൊണ്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഇല്ലാത്ത ആരോപണം കണ്ടുപിടിക്കുന്ന വർത്താനം നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ പറയുന്നത്? ഇല്ലാത്ത ആരോപണം പറഞ്ഞ് ശബ്ദം കയറ്റിയാലൊന്നും അവിടെ ഉള്ള ആരോപണമാണോ നിങ്ങളിപ്പോ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ആരോപണമാണോ? ഞാൻ അവിടെ മതം മാറ്റുന്നൊന്നും ഞാനവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ അല്ല നിങ്ങൾ അവിടെ പറഞ്ഞത്. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ച കാര്യം മാത്രമേ ഞാൻ അല്ല പറഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു അന്യമതസ്ഥരാണ്. നിങ്ങൾ അടുത്ത പള്ളിയിൽ വന്നിട്ട് എന്നെ പാമ്പ് പിടിച്ചു, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു, ഒരു പാമ്പിന്റെ രൂപം അവിടെ കൊണ്ടുവച്ചാൽ ഞങ്ങൾ എന്ത് പറയണം? ഞങ്ങൾ എന്ത് പറയണം? പറ്റില്ല എന്ന് പറയണം. ഈ ഒരു അന്യമതസ്ഥനായിട്ട് വരുന്ന ഒരാളെ പള്ളി കയറ്റത്തില്ല ഞങ്ങൾ പറയണം? പള്ളി കയറ്റാം, പക്ഷെ പള്ളിയിൽ പാമ്പിനെ കയറ്റാൻ പറ്റില്ല എന്ന് പറയണം. അപ്പൊ ഞങ്ങൾ അവിടെ തടഞ്ഞ് അവിടെ ഇപ്പോൾ ഹിന്ദുക്കളെ അവിടെ പള്ളി വിലക്കിയിട്ട് ഹിന്ദുക്കളെ പള്ളിയിൽ വിലക്കണ്ട, പാമ്പിനെ പള്ളിയിൽ വിലക്കിയാൽ. അല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂട്ടിയടിക്കണോ? അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂട്ടിയടിപ്പിക്കാനല്ല. ബ്രദർ ഒരു കാര്യം ചെയ്യുമോ? ഞാനൊരു ശാന്തമായിട്ട് പറയണം, വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ഒരു സംശയം ബഹളം ഉണ്ടാക്കാതെ ശാന്തമായിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിങ്ങൾ ചെയ്ത പണി ബഹളം ഉണ്ടാക്കേണ്ട പണിയാണ്. നിങ്ങൾ ശാന്തമായിട്ടുള്ള പണിയല്ല ചെയ്തേക്കുന്നത്. നിങ്ങൾ കേൾക്കൂ പ്ലീസ്, ശാന്തമില്ലാതെ ശാന്തമായിട്ട് കേൾക്കൂ. ഏതെങ്കിലും കേട്ടാലും നിങ്ങളുടെ വായിൽ വരാൻ പോകുന്ന എന്താണെന്ന് നമുക്കറിയാം. ഞങ്ങളെ കുറ്റം പറയാം, ഏതെങ്കിലും അമ്പലങ്ങളിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന പുണ്യാളന്റെ രൂപോ യേശുവിന്റെ രൂപോ എന്തെങ്കിലും കൊണ്ടു നോക്കാറുണ്ടോ? ഏതെങ്കിലും അമ്പലങ്ങളുടെ അകത്ത് നിങ്ങൾ ഈ പറയുന്ന പുണ്യാളന്റെ നമ്മൾ അവകാശപ്പെടുന്നില്ല, നമ്മൾ പോകാറുമില്ലല്ലോ. നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുവോ? വെക്കാൻ ധൈര്യമുണ്ടോ? അല്ല ഞങ്ങള് നമുക്കതിന് ആവശ്യമില്ലാന്ന് വെച്ചവര് സമ്മതിക്കോ? വെച്ചവര് സമ്മതിക്കോ? സമ്മതിക്കോ സമ്മതിക്കാതിരിക്കാതെ ഇതൊന്നും സ്നേഹമല്ല. ഇതൊന്നും സൗഹാർദ്ദമോ സ്നേഹമോ അല്ല. അതൊക്കെ വിവരക്കേടാണ്. ഇതൊക്കെ സൗഹാർദ്ദവും സ്നേഹവും അല്ല, അതൊക്കെ വിവരക്കേടാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ചർച്ചിന്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആദായം ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ഈ കൂട്ടിയടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് താങ്കളുടെ വിവരക്കേടാ. ചർച്ചിന്റെ അകത്ത് ഇത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ പള്ളിയെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്തത് തന്നെ തന്റെ വിവരക്കേടാ. ചർച്ചിന്റെ അകത്ത് ഇത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ക്രിസ്തീയ വിശ്വാസമാണ്. വെക്കാൻ പാടുന്നില്ലെന്നുള്ളവരും ആര് വെച്ചാൽ എന്നാ കുഴപ്പം? വെക്കാൻ പാടില്ല, അത് ക്രിസ്തീയ വിശ്വാസമല്ല. ചർച്ചിന്റെ അകത്ത് വെക്കാൻ പാടില്ല. ഡോക്യുമെന്ററി എടുത്തേ അതെന്റെ സൗകര്യം, അത് നിങ്ങളുടെ അനുവാദം എനിക്ക് വേണ്ട. നിങ്ങൾ സൗകര്യമാണോ? അപ്പൊ ഞങ്ങള് മറ്റുള്ള മഹത്വം വിലക്കുന്നതോടെ ഞങ്ങൾ എന്താ നിങ്ങളെ വിലക്കാതെ? അത് ഞങ്ങളെ മര്യാദ എന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും മര്യാദയല്ല, ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കത് കണ്ടുപിടിക്കാനും പറ്റില്ല. ഞാനവിടെ വന്ന് നിങ്ങളുടെ വീട്ടുകാരെന്നാ ചെയ്തതൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊന്നും നിങ്ങളുടെ മര്യാദയൊന്നുമല്ല. അത് നിങ്ങൾ അതെന്താണെന്ന് പറയാം, ഞങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത് നിങ്ങളെ വിലക്കാനി എന്നുള്ള പല പുഴുക്കുത്തുകളെ ഞങ്ങൾ മുമ്പും ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്ത് ഇതിനു മുമ്പ് പല പുഴുക്കുത്തുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളത് വൈദ്യാണ്. പിന്നെന്താ സംഭവം അറിയാമോ? ഇത് ഒരേതമ്പുരാന്റെ സാധനമായിട്ട് നിങ്ങളെപ്പോലുള്ള 10 പുഴുക്കുത്ത് 10,000 പുഴുക്കുത്ത് വന്നാലും പള്ളിക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല. ഇത് ഒടയതമ്പുരാനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒടയതമ്പുരാൻ പാമ്പിനെ വെച്ചുകൊണ്ടല്ല മുന്നോട്ട് അത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടാവും. പാമ്പിനെ ചർച്ചിന്റെ അകത്ത് കരാറുണ്ടോ? ഞങ്ങളുടെ പള്ളിയെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ പള്ളിയായിട്ട് അല്ല ഒരേതമ്പുരാനായിട്ട് നിങ്ങൾക്ക് എന്നാ കരാറ്? നിങ്ങളുടെ ബഹളം വെച്ച് കഴിയുമ്പോൾ പറയണേ. നിങ്ങളുടെ ബഹളം കഴിയുമ്പോൾ പറഞ്ഞു, അപ്പൊ ഞാൻ പറയാം. നിങ്ങൾ അന്തസ്സായിട്ട് ഞാൻ ഇന്നപോലെ ഡോക്യുമെന്ററി എടുക്കാൻ വന്നാ നിങ്ങൾ അതിന് എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാമായിരുന്നു. നിങ്ങൾ ആണല്ലെങ്കിൽ നിങ്ങളുടെ ബഹളം കഴിയുമ്പോൾ എന്നോട് പറഞ്ഞാൽ അറിയുമോ? നിങ്ങൾ അറിയാതെ ഞാൻ എടുത്തതെന്നാ പറഞ്ഞത് അല്ലേ? നിങ്ങൾ ആണായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയണമായിരുന്നു. നിങ്ങളത് പറഞ്ഞില്ലല്ലോ.
നിങ്ങളത് പറയാമല്ലോ എടുത്തേ. എന്നിട്ട് നിങ്ങൾ പറയാണ് ഞാൻ വന്നത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതാണ് മിടുക്ക്. എന്തേ മിണ്ടുന്നില്ലേ? അല്ല, കഴിഞ്ഞ പറയാന്ന് വെച്ചാൽ രണ്ടുപേരും വെള്ളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ പൈകി അല്ല, എനിക്ക് പറയാൻ ന്യായവാദങ്ങൾ തിരക്കി ഞാനേ എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ പറഞ്ഞു. അവസരമുണ്ട്, ഞാൻ വിളിക്കാം. ഞാനിപ്പോ വേണ്ട, എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ അടുത്ത് കിടന്ന് വെള്ളം വെക്കാനായിട്ട്. അല്ല, നിങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ ഇനിയും കുട്ടനാട്ടിൽ ഏതെങ്കിലും പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അഡ്രസ്സും പറഞ്ഞ് ഡീറ്റെയിലും പറഞ്ഞ് ഇന്നവളാണ് ഞാൻ വന്നേക്കുന്നത് പറഞ്ഞെടുക്കാനുള്ള കണ്ടേടം ഉണ്ടാവണം. അത് ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തിട്ടേ ഡോക്യുമെന്റ് ഇട്ടിട്ട് ഞങ്ങളുടെ പള്ളിയെ കുറിച്ച് തെമ്മാടത്തിനും പറഞ്ഞല്ല. വിശ്വാസിക്ക് അതിന് അനുവാദമുണ്ട്, അതിന് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് സ്വാതന്ത്ര്യം? ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതെനിക്ക് അത് ഞാൻ ചെയ്തോളാം. എന്റെ സൗകര്യം പോലെ ഞാൻ ചെയ്യും. താനാദ്യം തന്റെ ബേസിക് എവിടെയാണെന്ന് പബ്ലിസിറ്റി എന്നിട്ട് താനത് ചെയ്യേ. അതെന്റെ മുഖം കാണിച്ചിട്ട് എന്റെ മുഖം കാണിച്ചിട്ട് തന്നെയാണ് ആ ചാനലിൽ ഞാൻ സംസാരിച്ചിരിക്കുന്നത്. എന്റെ പേരും എന്റെ ഫോൺ നമ്പറും എല്ലാം ഉണ്ട്. അപ്പൊ അഡ്രസ് ഇല്ലാതെ ഒളിയമ്പ് നടത്തുന്ന ഒരാളല്ല ഞാൻ. സാമാന്യം ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ വക വിവരക്കേടൊക്കെ ബ്രദർ കയ്യിൽ വെച്ചാൽ ഞാൻ എന്റെ ഫേസ് അടക്കം ഞാൻ എന്റെ ഫോൺ നമ്പർ അടക്കം ആ ചാനലിൽ ചെയ്തിട്ടാണ്. അല്ലാതെ ഒളിച്ചിരുന്നിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ഇടത്തോലല്ല ഏത് സ്ഥലത്തും ഞാൻ ചെയ്യും. അതിനകത്ത് എനിക്ക് അത് ഞാൻ എന്റെ സൗകര്യം പോലെ ചേട്ടൻ ചെയ്യാൻ പറ്റുന്ന ചേട്ടൻ ചെയ്യ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചേട്ടന്റെ വീട്ടിൽ അങ്ങനെ ഉള്ളവരുണ്ട്. എനിക്കിപ്പോ അതിനകത്തൊന്നും പറയാം. അത് ഞാൻ ചെയ്തോളാം. അപ്പൊ ചേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ, വേറെ വിശേഷമൊന്നുമില്ല. അത് ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം ചേട്ടാ. അതാ പറഞ്ഞു. അപ്പൊ നീ ക്രിസ്തീയ വിശ്വാസത്തിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് ചെയ്യാനായിട്ട്. തെറ്റിനെ തെറ്റാണെന്ന് കാണിക്കാനായിട്ട് എനിക്ക് അന്തസ്സുണ്ട്. തെറ്റിനെ തെറ്റാണെന്ന് ചൂണ്ടി കാണിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. ചേട്ടൻ അതില്ലാത്തതുകൊണ്ട് ചേട്ടൻ ഈ കിടന്ന് ബഹളം വെക്കുന്നത്. ഓക്കെ, അപ്പൊ ചേട്ടൻ ബഹളം വെച്ചോണ്ടിരുന്നു. വീഡിയോ എടുത്തിട്ട് എന്റെ അഡ്രസ് എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് നിനക്ക് ഭയങ്കര അന്തസ്സ്. അതാ പറഞ്ഞത്. എനിക്ക് അതിനുള്ള ധൈര്യം ഉള്ളത് ചേട്ടനില്ലാത്തത് എനിക്ക് എന്ത് ചെയ്യാൻ. എന്താണ് ക്രിസ്തീയ വിശ്വാസം എന്ന് ചേട്ടൻ ആദ്യം പോയി പഠിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബൈബിളൊന്ന് വായിക്കും. ബൈബിളൊന്ന് വായിക്കും ചേട്ടൻ. ഈ ബൈബിള് വായിക്കാനുള്ളതാണെന്നുള്ളതിന്റെ ബോധം ചേട്ടൻ ഉണ്ടാവട്ടെ. ക്രിസ്ത്യാനി ആരാണെന്നുള്ളത് നിന്റെ അപ്പന്റെ അഡ്രസ് പറഞ്ഞിട്ട് നിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് ക്രിസ്ത്യാനി ആരാണെന്നെങ്കിലും ഒന്ന് തിരിച്ചറിയാം. അതില്ലാത്ത ചേട്ടനോട് അതാണ് നീ ചെയ്യേണ്ടത്. അത് ആ ഫോൺ നമ്പർ ഡോക്യുമെന്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അന്തസ്സോടുകൂടി നീ പള്ളിക. എന്തായാലും പാമ്പുകളെ ഓടിക്കാൻ കഴിവുള്ള നമ്മുടെ പുണ്യാളനോടെ ഉണ്ടല്ലോ. പിന്നെ പാമ്പുകളോട് കഴിവുള്ള നിന്നെ പോലുള്ളവരെ ഇനിയും ഞങ്ങൾ ക്ഷണിക്കുന്നു. അപ്പൊ ആ പാമ്പിനോട് നിങ്ങളെ കൊണ്ട് കൂട്ടിയടിപ്പിക്കാനും താക്കത്തുള്ള നിന്നെ ഞങ്ങൾ ഇനിയും ക്ഷണിക്കുന്നു. അന്തസ്സോടുകൂടി അഡ്രസ്സോടുകൂടി. ഞാനൊരു കാര്യം ചെയ്യാം, പാമ്പിനോട് ചോദിച്ചു നോക്കാം അഡ്രസ്. അപ്പൊ പാമ്പ് പറഞ്ഞു തരാം. പള്ളിയുടെ അകത്തിരിക്കുന്ന പാമ്പിനോട് ചോദിച്ചു നിന്റെ അപ്പന്റെ അഡ്രസ്സും നിന്റെ അഡ്രസ്സും പബ്ലിഷ് ചെയ്തിട്ട് പള്ളിയിലേക്ക് കയറി വരാൻ തണ്ടണം ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ ക്ഷണിക്കുന്നു. പപ്പയുടെ പേരും അഡ്രസ്സൊക്കെ അതിന്റെ അടി നമ്പർ ഇട്ടിട്ടുണ്ട്. അത് അന്തസ്സല്ല. ഒളിഞ്ഞിരുന്ന് കുളിച്ചിയും പിടിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യുന്ന പോലെ അത് ഞാൻ മനസ്സിലാക്കിയോ. പപ്പയുടെ പേര് അഡ്രസ്സൊക്കെ ആ ഇതിന്റെ അകത്തുണ്ട്. ആ പാമ്പിന്റെ അകത്ത് ഞാൻ വിളിക്കാൻ സാഹചര്യം മോശമാണ്. ഞാൻ നിന്നെ പിന്നെ വിളിക്കും.